പ്രിയപ്പെട്ടവരെ, സുഖമാണല്ലോ. വെൽക്കം ടു ഡേ 31 ഓഫ് അവർ ജേർണി. ഇന്ന് തെസ്സലോനിയക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 12 മുതൽ 18 വരെയുള്ള വചനങ്ങൾ നമുക്ക് ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യാം. ലിവിങ് ദ ക്രിസ്ത്യൻ ലൈഫ്. ഒരു കൊച്ചു കഥയിൽ നിന്ന് തുടങ്ങാം. ഒരിക്കൽ ഒരാൾ ഒരു പഴയ റേഡിയോ നന്നാക്കാൻ കൊണ്ടുപോയി. അതിൽ നിന്ന് വെറും കരകര ശബ്ദം മാത്രമേ വരുന്നുള്ളൂ. മെക്കാനിക്ക് അത് തുറന്നു നോക്കിയിട്ട് പറഞ്ഞു, ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല, ഇതിൻ്റെ ട്യൂണിങ് അല്പം തെറ്റിപ്പോയതാണ്. നമ്മുടെ ജീവിതത്തിലും സങ്കടങ്ങളും പരാതികളും മാത്രം വരുമ്പോൾ ഓർക്കുക, ദൈവത്തിൻ്റെ ഫ്രീക്വൻസിയിലേക്ക് നമ്മളെ ഒന്ന് ട്യൂൺ ചെയ്യേണ്ടതുണ്ട്. വെൻ ലൈഫ് ഫീൽസ് ലൈക്ക് സ്റ്റാറ്റിക്, you just need to tune back into God's frequency. ആ ട്യൂണിംഗ് ആണ് പ്രാർത്ഥനയും നന്ദിയും. ഈ വചനത്തിൽ നിന്ന് നമുക്ക് ഒരു പ്രധാന കാര്യം പഠിക്കാം. എപ്പോഴും സന്തോഷത്തോടെ, നന്ദിയോടെ. ദ ട്രിപ്പിൾ സീക്രട്ട് ഓഫ് പീസ്. വിശുദ്ധ പൗലോസ്ലീഹ നമുക്ക് ലളിതമായ ഒരു ഫോർമുല നൽകുന്നുണ്ട്. എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പറയുവിൻ. റിജോയ്സ് ഓൾവേസ്, പ്രേ കണ്ടിന്യൂലി, ഗീവ് താങ്ക്സ് ഇൻ ഓൾ സർക്കംസ്റ്റൻസസ്. ഇത് വെറും ഒരു ഉപദേശമല്ല, ഇത് നമ്മെക്കുറിച്ച് ദൈവത്തിനുള്ള ഇഷ്ടമാണ്. എല്ലാം ശരിയാകുമ്പോൾ സന്തോഷിക്കാനല്ല, മറിച്ച് എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെന്നുള്ള ബോധ്യത്തിൽ സന്തോഷിക്കാനാണ് വചനം പറയുന്നത്. നമുക്ക് വലിയ കാര്യങ്ങൾ നടക്കുമ്പോൾ നന്ദി പറയാൻ എളുപ്പമാണ്. എന്നാൽ ഇന്ന് ഒരു ചെറിയ മാറ്റം വരുത്താം. ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യത്തിൻ്റെ നടുവിലും ഒന്ന് നന്ദി പറഞ്ഞു നോക്കൂ. ദൈവമേ, ഈ അവസ്ഥയിലും അങ്ങ് എൻ്റെ കൂടെയുള്ളതിന് നന്ദി. പരാതി പറയുന്ന നാവുകൾ കുറയുമ്പം പ്രാർത്ഥനയുടെ ശക്തി കൂടും. ഗ്രാറ്റിറ്റ്യൂഡ് ടേൺസ് വാട്ട് വി ഹാവ് ഇൻ ടു ഇനഫ്. ടുഡേ ഫൈൻഡ് വൺ ഡിഫിക്കൽട്ട് തിങ് ആൻഡ് താങ്ക് ഗോഡ് ഫോർ ഹിസ് പ്രസൻസ് ഇൻ ഇറ്റ്. സന്തോഷവും പ്രാർത്ഥനയും നന്ദിയും, ഇതാണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ താക്കോൽ. റിജോയ്സ്, പ്രേ ആൻഡ് ഗിവ് താങ്ക്സ്. That is the key to a blessed life. ഈ Lent 50, the journey, നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചിന്ത നിങ്ങളുടെ കുടുംബ ഗ്രൂപ്പുകളിലേക്കും സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.